എല്ലാവർക്കും കണ്ണൂർ മോണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കേരള രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യമാണ്. ഇന്നത്തെ സാഹചര്യമാണ്. ഇന്ന് പറയുകയാണെങ്കിൽ ഭരണമാറ്റം, UDF അധികാരത്തിൽ വന്നു. Sir, I now invite Shri V.D. Satishan, Chief Minister Designate, to take the oath of office and secrecy. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാം. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. I now invite Shri P.K. Gujalegutti, Minister Designate, to take the oath of office and oath of secrecy. പതിനൊന്ന് ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് VD സതീശൻ്റെ പേര് മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് വന്നത്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ ഒരുപാട്, അതായത് ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി
മുഖ്യമന്ത്രികളാകാൻ സാധ്യതയിൽ ഒന്നിലേറെ ആളുകൾ കോൺഗ്രസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ MLA മാരും അതുപോലെ തന്നെ ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് വലിയൊരു ചർച്ച ഉണ്ടാവുകയും അതിനുശേഷമാണ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നാണ് അതിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ഏകദേശം 50,000 പ്രവർത്തകരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസ് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലെ ആളുകളും ചേർന്ന് മെയ് 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തു. നല്ലൊരു നമ്പറാണ് 18, 8, 1, 9 നല്ല നവം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിലപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 വർഷം ഭരിച്ച LDF ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോയി. അവരുടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ആരിയിരിക്കണമെന്ന് ഇടതുപക്ഷത്തിൽ ചർച്ചകളൊക്കെ ഉണ്ടായി. എന്നാലും ചില കൂട്ടർ പറഞ്ഞു പിണറായി വിജയൻ മാറണമെന്ന്, ചില കൂട്ടർ പറഞ്ഞു VD സതീശനോട് പൊരുതണമെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്താകണമെന്ന്. അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് വന്നു. പിന്നീടുണ്ടായത് പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ പുതിയ MLA-മാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് NDA-യുടെ സർക്കാർ പണിയും എന്നൊക്കെ അല്ലെങ്കിൽ NDA സർക്കാർ വരുന്നൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്, NDA ഭരിക്കുന്നൊക്കെ. അപ്പോൾ NDA-യുടെ 3 MLA-മാർ ഈ ഒരു സഭയിലുണ്ട്. അതുപോലെ തന്നെ 35ഓളം CPM MLA-മാരും കോൺഗ്രസ് MLA-മാരൊക്കെ ഈ ഒരു മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വലിയൊരു ചർച്ചയും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു ഭരണമായിരിക്കും ഈ കോൺഗ്രസിൻ്റെ എന്ന് സംശയമില്ല നമുക്ക്. പിന്നീട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക എന്നാണ് UDF ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം VD സതീശൻ കാറ് പോലും മാറ്റാതെ പഴയ കാറുകളൊക്കെ അതായത് പുതിയ മന്ത്രിസഭയിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ സാമുദായിക നേതാക്കളുടെ ഇടപെടൽ, അതായത് സാമുദായിക നേതാക്കളുടെ ഇടപെടൽ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഈ വർഷം അല്പം കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. അത് ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യും. അത് ഉണ്ടാകാൻ പാടില്ല. പിന്നീട് അത് മുന്നണികളുടെ വെല്ലുവിളിയാണ് UDF-ന്. അതായത് ചേരികൾ, അതായത് ഓരോരുത്തരുടെ പക്ഷം, അതിപ്പോൾ ആരെ പേര് ഞാനിവിടെ പറയുന്നില്ല, ഓരോരുത്തരുടെ പക്ഷം ചേർന്ന് ഇതാകുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമാണ്. അത് പരമാവധി പരിഹരിച്ച് നല്ല രീതിയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് UDF-ന്റെ ഒരു വെല്ലുവിളിയാണ്. അത് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് നോക്കാം. പിന്നീട് പറയാനുള്ളത് LDF-ന്റെ തോൽവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ LDF-ൽ സംസാരമുണ്ട്, LDF-നകത്ത് സംസാരമുണ്ട്. അത് ശക്തമായ രീതിയിൽ അതായത് പ്രതിപക്ഷം VD സതീശനെതിരെ നല്ല രീതിയിൽ പോരാടും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 2026 മെയ് മാസം കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ സമവാക്യങ്ങൾ, അതായത് പുതിയ രാഷ്ട്രീയ നയങ്ങൾ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ ഉരുത്തിരിവ് അങ്ങനെയൊക്കെ പറയാം. പുതിയ രാഷ്ട്രീയത്തിന്റെ നമുക്ക് ഇതുവരെ കാണാത്ത BJP MLA-മാർ അങ്ങനെ ഒരു പുതിയ സംവിധാനമാണ് ഈ 2026 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ എല്ലാവരെയും ചേർത്തുകൊണ്ട് വലിയൊരു ഐക്യത്തോടെ ഭരിക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് പറ്റും. അപ്പോൾ VD സതീശനും ടീമിനും എല്ലാവിധ ആശംസകളും. നല്ല ഭരണം കാഴ്ചവെക്കട്ടെ. അതുപോലെ പ്രജകളാണ് അവരുടെ ശക്തി. പ്രജകൾക്ക് എല്ലാം KSRTC-യിൽ സൗജന്യ യാത്ര, അതുപോലെ തന്നെ എല്ലാം പെൻഷൻ, മറ്റു കാര്യങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു UDF ഗവൺമെന്റ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യേണ്ടത് എല്ലാം നടത്താൻ അവർക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും കണ്ണൂർ മൗണ്ടൻ ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.